ചോദിക്കോ, എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. ഷീലാമ്മേ, ഞാൻ പിന്നെ മേനക തിയേറ്ററിൽ വെച്ചില്ലേ ഷീലാമ്മയുടെ ചെമ്മീൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. അതില് എന്റെ കൊച്ചു മുതലാളി, കൊച്ചു മുതലാളിയാ. അയ്യോ, അത് ഞാൻ ഒരിക്കലും മറക്കൂല. ആണോ? നിങ്ങൾക്ക് അങ്ങനെ വല്ല കൊച്ചു മുതലാളിമാരുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എല്ലാം കൂടി ഒരുമിച്ച് ആഗ്രഹം ഡാൻസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി? ഞങ്ങള് ഇപ്പൊ ഈ കുടുംബ യൂണിറ്റ് വഴി എല്ലാം ഡാൻസ് വരെ ചെയ്യാൻ തുടങ്ങി. മോനാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. കുടുംബ യൂണിറ്റിൽ ഇതൊക്കെ ഡാൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? കുടുംബ യൂണിറ്റിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ അത് പള്ളിയിലൊക്കെ പോയി കളിക്കും. പള്ളിയിൽ പോയി കളിക്കും. പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി കളിച്ചിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളിൽ പോയി കളിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണല്ലോ. അയ്യോ, എന്നെ കൂടെ അങ്ങ് ചേർത്തി. ചേർക്കാൻ ഞങ്ങൾ അല്ല, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ മോനെ, ഞങ്ങൾക്ക് ഷീലാമ്മ എത്ര സിനിമയൊക്കെ സംവിധാനം ചെയ്യണ്, പടം പിടിക്കണ്. ഞങ്ങളെ ഡാൻസ് കൊണ്ട് ഞങ്ങൾക്കൊരു ചാൻസ് തരാൻ പാടില്ല സിനിമയിൽ. തീർച്ചയായിട്ടും എനിക്കേ ചാൻസ് ഇല്ല. അല്ല, നിങ്ങൾക്ക് ചാൻസ് തീർച്ചയായിട്ടും. ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ക്യാരക്ടേഴ്സ് ഒന്നും നല്ലതല്ല. പിന്നെ വന്ന് പ്രൊഡ്യൂസർ നോക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അറിഞ്ഞിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ അറിയുന്നത്. ഇതുവരെയ്ക്ക് എത്ര പ്രോഗ്രാം ചെയ്ത് കാണും? 30 സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ആണോ? ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ ഏകദേശം എത്ര വർഷമായി നിങ്ങൾ ഈ ഡാൻസ് പഠിക്കാനും ഇതൊക്കെ തുടങ്ങിയിട്ട്? 7 വർഷമായി. 7 വർഷമായി. 7 വർഷം. അടിപൊളി. പക്ഷെ നല്ലതാ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കുക, അങ്ങനെ സംസാരിക്കുക, വീട്ടിൽ കാര്യങ്ങൾ ഈ പ്രാക്ടീസിന്റെ ഇടയിൽ കുറച്ചേരം വിശ്രമിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് സംസാരിക്കുക. എന്റെ മരുമകളുണ്ടല്ലോ, അവളുണ്ടല്ലോ എന്നൊക്കെ പറയാ. ഇതിലൊരാളുടെ ഹസ്ബൻഡിന് ഷീലാമ്മ എന്ന് പറഞ്ഞ അദ്ദേഹം മരിക്കും. ആയിരുന്നു ആളുടെ ഹസ്ബൻഡ്? ഒന്ന് ഫ്രണ്ടില് വാ. നിങ്ങളുടെ ഹസ്ബൻഡ് പേരെന്താ? ഹസ്ബൻഡിന്റെ പേര്? എന്റെ പേര് സോമനാഥ്. സോമനാഥൻ. വളരെ ചോദിച്ചാൽ പറയണം കേട്ടോ. വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും സോമനാഥ് ചേട്ടൻ ഷീലാമ്മയുടെ സിനിമ കാണും. ഇനി നമുക്ക് ഇവരെയൊക്കെ കൂടെ, ഇവരുടെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതായത് കൊച്ചുമക്കള്, അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ദയ. എന്ത് ചെയ്യണു ദയ? ഞാൻ ഡിഗ്രി 3rd ഇയർ. ഡിഗ്രി 3rd ഇയർ. ഞാൻ ഷൈൻ, എന്റെ അമ്മയാണത്. ഷൈൻ്റെ ആണ് നമ്മുടെ അമ്മയും സുന്ദരിയാണ്. ഷൈനാണ് ശരിക്കും ഇതിന്റെ പിന്നിൽ ഓടി നടക്കുന്നത് അല്ലേ? ഈ അമ്മാമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം പറ്റില്ല, അയ്യോ വേണ്ട, അങ്ങനെ ഒന്നും തോന്നിയില്ല മനസ്സിൽ? എന്താ ആദ്യം തോന്നിയത്? പണ്ട് മുതലേ നമ്മള് കൊച്ചി ബേസ് ആയത് കാരണം എല്ലാ ഫംഗ്ഷനുകൾക്കും ഞങ്ങള് ഡാൻസ് കളിക്കും. അപ്പൊ അമ്മയും കളിക്കുമായിരുന്നോ? പിന്നെ അമ്മ ഭയങ്കര ഡാൻസ്. ഇവരെയൊക്കെ സോർട്ട് ചെയ്ത അമ്മയാണ് ശരിക്കും. ഈ പറഞ്ഞ പോലെ ഷൈനെ പോലുള്ള കൊച്ചുമക്കളാണ് നമുക്ക് ഇപ്പൊ ഈ ജനറേഷനിൽ ആവശ്യമുള്ളത്. കാരണം അമ്മമാര് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അവരെ എടുക്കുന്ന എഫേർട്ട്, അവരെ ഹാപ്പി ആക്കി വെക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് ശരിക്കും ഒരു കൈയടി കൊടുക്കാം അല്ലേ? ആർക്കുള്ള കൈയടിയാത്? കൊച്ചുമക്കളുള്ള കൈയടി. ഇനി അടുത്ത ആളെ കൂടി പരിചയപ്പെടാം. റിൻഡ എന്ത് ചെയ്യണു? ഞാൻ ഡിഗ്രി പഠിക്കുക. റിൻഡയുടെ അമ്മാമ്മ ആരാണ്? റീത്ത. അത് ശരി, എല്ലാം റീത്ത തന്നെ. റീത്തയാണ് ഇവിടുത്തെ തലവി അല്ലേ? റീത്താമ്മ ഇവരെ ഈ കൊച്ചുമക്കളെ ഭയങ്കര സ്നേഹമായിട്ട് സോപ്പിട്ട് വെച്ചിരിക്കും അല്ലേ? ശരിയാണ്. നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ അവള് ദയ എപ്പോഴും എന്റെ കാല് വേദന അപ്പൊ തന്നെ അവള് തടയിത്തരും, ഓയിൽമെന്റ് ചുറ്റിത്തരും. ഇനി നിങ്ങൾ ആരാണ് ഷീലാമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിരുന്നത് എന്റെ അടുത്ത്? ആരാണ്? അതും റീത്താമ്മയാണ്. അതും റീത്താമ്മയെ കൂടെ ഞാൻ പാടും. അതന്നെ റീത്താമ്മ. അപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ. കണ്ണാ കറുമൈ നിറം കണ്ണാ ഉன்னை കാണാத കണ്ണില്ലയേ കണ്ണാ കറുമൈ നിറം കണ്ണാ உன்னை കാണാத കണ്ണില്ലയേ உன்னை மறப்பாரில்லை கண்டு வெறுப்பாரில்லை என்னை கண்டாலும் பொறுப்பாரில்லை.
തികഞ്ഞ ഒരാളാണല്ലോ ദൈവമേ. നന്നായിരുന്നു കേട്ടോ പാട്ട്. അതും കുറച്ച് പാടാൻ കഷ്ടമുള്ള ഒരു പാട്ടാണിത്. ശീലാമ്മ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് ചോദിക്കോ, ഒന്ന് ചോദിച്ചോളൂ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈശ്വരാ. എന്താ പറയാ, നിങ്ങളൊക്കെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ, അതാണ് ഇതിന്റെ രഹസ്യം. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ 400ന്റെ തിളക്കത്തിൽ നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഓക്കെ, പ്ലസ് നമ്മുടെ ഷീലാമ്മയുടെ ഒരു 60ന്റെ ആഘോഷം കൂടി നമ്മളിവിടെ നടത്താൻ പോകണം. അപ്പൊ നിങ്ങൾക്കാണ് ഇന്നത്തെ ഫുൾ ക്രെഡിറ്റ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ആഘോഷങ്ങൾ അങ്ങ് തീരുമാനിക്കാം.